ഈ മുസ്ലിം ലീഗിന്റെ ഒരു ഗതികേട് ഞാൻ ആലോചിച്ചു. മുസ്ലിം ലീഗ് എന്നത് ഒരു മതപാർട്ടിയാണോ ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ എന്നുള്ളത് അത് ലീഗുകാരെ കുറ്റമാടുകാരനെ ഓൽക്കും അറിയില്ല ഈ പാർട്ടി മതത്തിന്റെ പാർട്ടിയാണോ രാഷ്ട്രീയ പാർട്ടിയാണോ എന്നുള്ളത്. ചിലവര് പറയുന്നുണ്ട് മതപ്പാർട്ടിയാണ്, മതത്തിന് വേണ്ടിയിട്ട് മതമാണ് പ്രശ്നം എന്നും പറഞ്ഞ് ഒരു കൂട്ടര് മതത്തിന്റെ കാരണം എന്ന് വെച്ചാല് സ്ഥാനാർത്ഥികളെ നിൽക്കുമ്പോ തൊക്കിബീർ ഇങ്ങനെ ഇല്ലാണ് ഭയങ്കരമായിട്ട്. ഇവരെ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് എതിർത്താൽ ഇവര് പറയും ഞങ്ങൾ സമുദായ പാർട്ടിയാണ്, ഞങ്ങൾ ഉണ്ടാവുകൊണ്ടാണ് മുസ്ലിം സമുദായം ഇവിടെ നിലനിൽക്കുന്നത്, മുസ്ലിം സമുദായത്തിന് ഞങ്ങൾ ഇങ്ങനെ കോരിച്ചെറിഞ്ഞു കൊടുക്കുകയാണെന്ന് അറിയാം. ഇവരോട് നമ്മൾ മതത്തിൽ എന്തെങ്കിലും ഇഷ്യൂ, മതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ മതാടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ എന്തെങ്കിലും പറഞ്ഞാൽ ഇവര് പറയും മുസ്ലിം ലീഗ് ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഒരു കാര്യം പറഞ്ഞു. ഈ ഉമർ ഫൈസി പറയാനുള്ള കാരണം 1000 പള്ളിന്റെ കാളിയാണ് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങള്. മുസ്ലിം ലീഗും അവിടുന്ന് ഉണ്ടായത് തന്നെയാണ്. സമസ്തയും മുസ്ലിം ലീഗും ഒന്നാണ് എന്നുള്ളത് സമസ്തന്റെ പണ്ഡിതം പറഞ്ഞതാണ്. എന്താ കേട്ടോളി. പിന്നെ ഒരു കാര്യം ഞാൻ തീർന്നു പറയാം, മുസ്ലിം ലീഗ് ഒരു വഴിക്കും ഇത് വേറൊരു വഴിക്കും ആക്കാൻ ആര് ശ്രമിച്ചാലും അത് നടക്കുന്ന കാര്യമില്ല, ഞങ്ങൾ ആരും സമ്മതിച്ചു കൊടുക്കില്ല. അപ്പൊ പിന്നെ മുസ്ലിം ലീഗിൽ തെറ്റുണ്ടായ സമസ്തക്കാർ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? സമസ്തക്കാർ ചൂണ്ടിക്കാണിച്ചവൻ അരുവാൾ സുന്നിയായി, ഓ സഖാവായി, ഓ എന്താ ഇസ്ലാമെന്ന് പുറത്തായി. ഈ ചൂണ്ടിക്കാണിച്ച കാര്യം കൊണ്ടിട്ട് ഇങ്ങോട്ട് വഷളാക്കുക, എന്നിട്ട് പറയാൻ രാഷ്ട്രീയ പാർട്ടിയാണ്, രാഷ്ട്രീയ പാർട്ടിക്കാർ ഞങ്ങൾ വാണ്ടമാര് ഞങ്ങൾ തീരുമാനിക്കും. പിന്നെ എന്തിനാണ് മുസ്ലിം ലീഗ് ഒരു സ്ഥാനാർത്ഥിനെ നിർത്തുന്ന സമയത്ത് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? മുസ്ലിം ആചാരപ്രകാരം നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുമ്പോൾ തെക്കിബീറില്ല, പെരുന്നാൾ ഉണ്ടായ മാതിരിയാണ്. ഈ പരിപാടി നിർത്തുക, എന്നിട്ട് നിങ്ങൾ പറയാം രാഷ്ട്രീയ പാർട്ടിയാണ് അറിയാം. നിങ്ങൾ 2 തോണിയിൽ കാലിട്ട് കുറച്ച് കാലായി മുസ്ലിം സമുദായത്തിനെ വഞ്ചിട്ട് തുടങ്ങിയിട്ട് ഇനിയെങ്കിലും ഇതെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ വലിയ ഇഷ്യൂ വരേണ്ടതുണ്ട്. ഇനി മുസ്ലിം ലീഗ് സമുദായ പാർട്ടിയാണല്ലോ, മുസ്ലിം ലീഗ് കാട്ടുന്ന പണിഞ്ഞു പറഞ്ഞ ഒരു കാലഘട്ടത്തില് ഇവിടുത്തെ പണ്ഡിതന്മാർക്ക് ഇറങ്ങി നടക്കാൻ പോയിട്ട് ഇവിടുത്തെ സുന്നികൾക്ക് കാല് നിലത്തേക്ക് വെക്കാൻ പറ്റൂല. എന്താ വിഷയം എന്നറിയോ? ഓൻ ഏപ്പിക്കാരനായി എത്ര എണ്ണത്തിന് ഏപ്പിയിലുള്ള പണ്ഡിതന്മാരെ തൊട്ട് ഏപ്പിക്കാരെ എത്ര എണ്ണത്തിന് മുസ്ലിം ലീഗ് ഇല്ലാതാക്കിയാണ്. ഇതാ കേട്ടോളി. ഈ മുസ്ലിങ്ങളെ കൊന്നതാരാ? അമ്പലക്കണ്ടി അബ്ദുൽ ഖാദിറിനെ കൊന്നതാരാ? മുസ്ലിം ലീഗുകാരനല്ലേ? കുണ്ടൂർ കുഞ്ഞുവിനെ കൊന്നതാരാ? മുസ്ലിം ലീഗുകാരല്ലേ? കിടങ്ങയത്ത് കുട്ടിക്കയെ കൊന്നതാരാ? മുസ്ലിം ലീഗുകാരല്ലേ? കുച്ചിമൂച്ചി അബ്ദുക്കയെ കൊന്നതാരാ? മുസ്ലിം ലീഗുകാരല്ലേ? കല്ലാങ്കുഴിയുടെ സഹോദരന്മാരെ കൊന്നതാരാ? മുസ്ലിം ലീഗുകാരല്ലേ? അരീക്കോട് കുനിയിൽ ഇരട്ട കൊലപാതകം നടത്തിയതാരാ? മുസ്ലിം ലീഗുകാരല്ലേ? വേണം നിങ്ങൾക്ക് ഇനിയും. മങ്കടയിലെ നസീറിനെ കൊന്നത് മുസ്ലിം ലീഗുകാരല്ലേ? മണ്ണാർക്കാട് കൊന്നത്, കൊല നടത്തിയത് മുസ്ലിം ലീഗുകാരല്ലേ? ഒക്കെ കൊന്നത് ലീഗ്. ഈ രാജ്യത്ത് മുസ്ലിം പള്ളി ആക്രമിച്ചതാരാ? മുസ്ലിം ലീഗ്. മദ്രസ ആക്രമിച്ചതാരാ? മുസ്ലിം ലീഗ്. സംശയമുണ്ടെങ്കിൽ കണ്ണൂരിലെ ലീഗിന്റെ നേതാക്കന്മാരോട് ചോദിച്ചു നോക്കുക. കണ്ണൂരിലെ ഓണംപറമ്പ്, ആ ഓണംപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളി ആക്രമിക്കുകയും അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം കത്തിച്ചാമ്പലാക്കുകയും തൊട്ടടുത്തുണ്ടായിരുന്ന മദ്രസ അടിച്ച് തകർക്കുകയും ചെയ്ത പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ്. മാധ്യമങ്ങൾ ചോദിച്ചു, നിങ്ങൾ സമുദായത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയല്ലേ, മുസ്ലിം ലീഗ് അല്ലേ? നിങ്ങൾക്ക് എങ്ങനെയാണ് പള്ളി ആക്രമിക്കാൻ കഴിയുക? നിങ്ങൾക്ക് എങ്ങനെയാണ് മദ്രസ ആക്രമിക്കാൻ കഴിയുക? അപ്പൊ അവര് പറഞ്ഞ മറുപടി, ആ പള്ളി അത് AP സുന്നിയുടെ പള്ളിയാ, ആ മദ്രസ അത് AP സുന്നിയുടെ മദ്രസയാ. എന്നിട്ട് പറയാണ് മതമാണ് പ്രശ്നം. സമുദായത്തിന് വേണ്ടിയാവണം MP-മാര് MLA-മാര് മന്ത്രിമാരൊക്കെ. എന്ത് സമുദായ സ്നേഹമാണ് KM ഷാജി തൊട്ടുള്ള മുസ്ലിം ലീഗുകാര്? ഒന്ന് മറുപടി പറഞ്ഞു.